ഹലോ ഇൻ്റർനെറ്റ്, വെൽക്കം ടു മൈ ചാനൽ സീ ദ വേൾഡ് വിത്ത് സലിൽ. നേപ്പാളിലെ 4ാം ദിവസം രാവിലെ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നേരെ പൊക്കാറ എയർപോർട്ടിലേക്ക് ഇങ്ങോട്ട് വന്ന സെയിം എയർലൈൻ യതി എയർലൈൻസ് തന്നെയാണ് തിരിച്ചും പോകുന്നത്. ചെക്ക് ഇൻ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞു. ഫ്ലൈറ്റ് കുറേ ഡിലേ ആയതുകൊണ്ട് ഇവിടെ ലൂഡോ കളിച്ചിരിക്കുന്ന കുറച്ച് നോർത്ത് ഇന്ത്യൻ ഗസ്റ്റുകളെ നമുക്കിവിടെ കാണാം. 25 മിനിറ്റിൻ്റെ ഫ്ലൈറ്റാണ് കാഠ്മണ്ഡുവിലേക്ക്. എയർപോർട്ട് നമ്മൾ ലഗേജ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അവർ ഫ്ലൈറ്റിലേക്ക് കൊണ്ടുപോകുന്ന ചെറിയ വണ്ടിയിൽ തള്ളിക്കൊണ്ടാണ്. ചെറിയ എയർപോർട്ടാണെങ്കിലും വളരെ ഭംഗിയാണ് ഈ എയർപോർട്ട് കാണാൻ. ഫ്ലൈറ്റിൽ സാധാരണയുള്ള അനൗൺസ്മെൻ്റ് എല്ലാം വന്നു കഴിഞ്ഞു. പൊക്കാറ എയർപോർട്ടിൽ നിന്നും ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുകയാണ്. ഇവിടെ നിന്നുള്ളൊരു ഏരിയൽ വ്യൂ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കൃഷിപ്പാടങ്ങളും ബിൽഡിങ്ങുകളും എല്ലാം നമുക്ക് കാണാം. നമ്മളിപ്പോൾ കാഠ്മണ്ഡുവിലെത്തി. പിക്ക് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് ആദ്യത്തെ ദിവസം വന്ന അതേ വണ്ടിയും അതേ ഡ്രൈവറുമാണ്. ഇനി പോകുന്നത് ചന്ദ്രഗിരി ഹിൽ സ്റ്റേഷനിലേക്കാണ്. ആ കാണുന്നതാണ് ചന്ദ്രഗിരി ഹിൽസ്. ഒരു കേബിൾ കാറിൽ വേണം അങ്ങോട്ട് പോകാൻ. കാഠ്മണ്ഡു സിറ്റിയിൽ നിന്ന് തെക്ക് പടിഞ്ഞാറായി 22 കിലോമീറ്റർ മാറിയാണിത്. ചന്ദ്രഗിരി ഹിൽ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഇതിൻ്റെ നടത്തിപ്പുകാർ. 2520 മീറ്റർ ഉയരത്തിലാണ്, അതായത് 2.5 കിലോമീറ്റർ ദൂരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 10 മിനിറ്റാണ് കേബിൾ കാറിൽ നമുക്കിതിനു വേണ്ടി വേണ്ടത്. ഇത് ഓപ്പൺ ചെയ്തത് 2006-ലാണ്. നേപ്പാളുകാരുടെ ഒരു ഡേ ട്രിപ്പിന് തിരഞ്ഞെടുക്കുന്ന ഒരു ഇടം കൂടിയാണിത്. ഇന്ത്യൻസിന് ഇന്ത്യൻ രൂപ 700 അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ ഇതിൻ്റെ ഫീസ്. ഇടയ്ക്ക് വിഷയത്തിൽ നിന്ന് മാറുകയാണ്. നേപ്പാളുകാർക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ് ഇനി പറയുന്നത്. അത് ദേവി കുമാരി, ദ ലിവിങ് ഗോഡസ്. നേപ്പാൾ പല കാര്യങ്ങളിലും പ്രശസ്തമാണ്. എല്ലാവർക്കും അറിയാം, മൗണ്ട് എവറസ്റ്റാണ് അതിലാദ്യം വരുന്നത്. അതുപോലെ തന്നെ ഒന്നാണ് ഈ ദേവി കുമാരി. നേപ്പാളിൽ ഇപ്പോഴും ജീവിക്കുന്നൊരു ദേവതയാണ് കുമാരി. അതിനായിട്ട് അവർ സെലക്ട് ചെയ്യുന്നത് 3 വയസ്സ് തൊട്ട് 7 വയസ്സും വരെയുള്ള പെൺകുട്ടികളെയാണ്. സെലക്ട് ചെയ്ത് കഴിയുന്ന കുട്ടികളെയെല്ലാം ഒരു ഹോളിൽ നിർത്തിയിട്ട് ഹിന്ദു ആചാരപ്രകാരമുള്ള കുറേ ടെസ്റ്റുകൾ അവർ നടത്തും. അതിൽ തിരഞ്ഞെടുക്കുന്ന കുട്ടിയെയാണ് കുമാരിയായി പ്രഖ്യാപിക്കുന്നത്. ഈ പെൺകുട്ടികൾ മെൻസ്ട്രേഷൻ ആവുന്നത് വരെ അവർക്ക് ആ പദവി അലങ്കരിക്കാം. പിന്നീട് ആ കുട്ടികൾ അവരുടെ വീടുകളിൽ നിന്ന് കുമാരി ഹോം എന്ന് പറയുന്ന വീട്ടിലേക്ക് താമസം മാറ്റും. അവർക്ക് കുറച്ച് നിബന്ധനകളുമുണ്ട്. കുട്ടികൾ പുറത്തു പോകാൻ പാടില്ല, പാദം നിലത്ത് തൊടാൻ പാടില്ല, മറ്റു കുട്ടികളുമായി കളിക്കാൻ പാടില്ല, സ്കൂളിൽ പോകാൻ പാടില്ല. പക്ഷെ അവർക്ക് വേണ്ടതെല്ലാം അവരുടെ വീടുകളിൽ വരും. വർഷത്തിൽ നടക്കുന്ന 10-15 പ്രാവശ്യം നടക്കുന്ന ചില പ്രത്യേക ഉത്സവങ്ങൾക്ക് മാത്രമാണ് ഇവർ പുറത്തു പോകുന്നത്. ആ സമയത്ത് ഇവരെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോവുകയാണ് സാധാരണ ചെയ്യുന്നത്. പ്രായപൂർത്തിയായി കഴിയുമ്പോൾ ഇവർക്ക് ഈ സ്ഥാനം നഷ്ടപ്പെട്ടാൽ ഗവൺമെൻറ് ഇവർക്ക് പ്രത്യേകം ഒരു എമൗണ്ട് അവർക്ക് പെൻഷൻ പോലെ കൊടുക്കും. ഇടയ്ക്ക് ഇതിനെതിരെ ചൈൽഡ് ലേബർ എന്ന രീതിയിൽ സുപ്രീം കോടതിയിലെല്ലാം കേസ് വന്നു. പക്ഷേ
അത് നിലനിന്നില്ല. ഇപ്പോഴും ഈ കസ്റ്റം തുടർന്നു വരികയാണ്. സൺഡേ ആയതുകൊണ്ട് നമ്മുടെ ഗൈഡ് സൂരജിൻ്റെ ഫാമിലി നമ്മുടെ കൂട്ടത്തിൽ ഇന്ന് കേബിൾ കാറിലുണ്ട്. കേബിൾ കാറിൽ കയറിക്കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല. പോകുന്ന വഴിയുള്ള മരങ്ങളെല്ലാം വെട്ടിമാറ്റിയിരിക്കുന്നത് നമുക്ക് കാണാം. മുകളിലേക്ക് ചെല്ലുമ്പോൾ ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ. അവിടെ മുകളിലേക്ക് പോകും തോറും കോട നിറയാൻ തുടങ്ങി. അതുപോലെ തന്നെ പോകുന്നതിന് കേബിൾ കാർ കൂടാതെ വേറെ 2 വഴികൾ കൂടിയുണ്ട്. ട്രക്കിംഗ് ചെയ്തും പോവാം, ബൈ റോഡും പോവാം. പക്ഷേ കൂടുതലും ആൾക്കാർ സെലക്ട് ചെയ്യുന്നത് കേബിൾ കാറാണ്. അത് തീർച്ചയായിട്ടും ഒരു വേറിട്ട അനുഭവമാണല്ലോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് 2520 മീറ്റർ മുകളിലാണ്. എവറസ്റ്റിൻ്റെ ഹൈറ്റ് 8848 ആണെന്ന് ഓർക്കണം. ഇവിടെ ധാരാളം റെസ്റ്റോറൻറ്റ്സും കോഫി ഷോപ്സും അതുകൂടാതെ ബാറുകളെല്ലാം ഉണ്ട്. അവിടെ ഒരു ബോർഡ് കാണാം, ബാർ അറ്റ് 2520 എന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്ഷേത്രം. ഇതിൻ്റെ പേര് ബലേശ്വർ മഹാദേവ് ക്ഷേത്രം എന്നാണ്. 2 നിലകളോട് കൂടിയ പഗോഡയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നേപ്പാളിൻ്റെ തനതായ രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. പൃഥ്വി നാരായൺ ഷാ എന്ന രാജാവിൻ്റെ പ്രതിമയാണ് കാണുന്നത്. ഈ മലയുടെ മുകളിൽ നിന്നപ്പോൾ അദ്ദേഹം കാണിച്ചു കൊടുത്തനുസരിച്ചിട്ടാണ് കാഠ്മണ്ഡു എന്ന നഗരം അവിടെ സ്ഥാപിച്ചത് എന്നാണ് വിശ്വാസം. താഴെ നമുക്ക് കാഠ്മണ്ഡു വാലി കാണാം. പക്ഷേ ഇന്ന് വെതർ അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ക്ലിയറായി കാണാൻ പറ്റില്ല. ആയിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അന്നപൂർണ റേഞ്ചും അതേപോലെ തന്നെ എവറസ്റ്റ് കൊടുമുടിയും കുറച്ച് ഭാഗം ഇവിടെ നിന്ന് കാണാൻ പറ്റുമായിരുന്നു. ഇനി നമ്മൾ പോകുന്നത് ലോകപ്രശസ്തമായ പശുപതിനാഥ് ക്ഷേത്രത്തിലേക്കാണ്. 1979 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ച ഒരു ക്ഷേത്രമാണിത്. ബാഗ്മതി നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ശിവക്ഷേത്രമാണ്. പശുപതിനാഥ് ശിവൻ്റെ ഒരു അവതാരമാണ്. പശുപതിനാഥിൻ്റെ അർത്ഥം തന്നെ മൃഗങ്ങളുടെ ദേവൻ എന്നാണ്. കാഠ്മണ്ഡു സിറ്റിയിൽ നിന്ന് വടക്ക് കിഴക്കായി 5 കിലോമീറ്റർ മാറിയാണിത്. ഇവിടെ വരുന്ന ഭക്തരുടെ എല്ലാം നെറ്റിയിൽ ഒരു പ്രത്യേക രീതിയിൽ കുങ്കുമം തേച്ചിരിക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ പെൺകുട്ടി അത് ചെയ്യുന്നത് കണ്ടപ്പോൾ ഒന്ന് നോക്കി നിന്നതാണ്. ബാഗ്മതി നദി ഒരു പുണ്യനദിയായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഹിന്ദുക്കൾ അവരുടെ ഉറ്റവർ മരിച്ചു കഴിഞ്ഞാൽ
ഈ നദിയുടെ തീരത്ത് കൊണ്ടുവന്നിട്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. ആ കാണുന്നത് ഒരു ശരീരം കത്തിക്കുന്നതാണ്. അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ് അവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവർ അവരുടെ ഊഴത്തിനായി കാത്തിരിക്കുന്നത് നമുക്ക് അവിടെ നിന്ന് കാണാം. അതിനുശേഷം അതിൻ്റെ ചാരം ഈ നദിയിൽ ഒഴുക്കിയാൽ അത് അവർക്ക് ആത്മാവിന് ശാന്തി കിട്ടും എന്ന രീതിയിലാണ് വിശ്വാസം. പക്ഷേ ആ നദി അതുപോലെ തന്നെ പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുന്നതും നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇവിടുത്തെ മറ്റൊരു രസകരമായൊരു കാര്യം എന്ന് പറയുന്നത് പൂജാരികളുടെ കാര്യമാണ്. കാരണം ഇവിടെ 2 രീതിയിലുള്ള പൂജാരികളാണ്. അതിലൊന്ന് ഭട്ട്, മറ്റൊന്ന് ഭട്ടാരി എന്നും പറയും. ഭട്ടാരി എന്ന് പറയുന്നത് ഇവിടുത്തുകാരാണ്. ഈ ഭട്ട് എന്ന് പറയുന്നത് കർണാടകയിൽ നിന്നുള്ളവരാണ്. അവർക്ക് മാത്രമേ ശിവലിംഗത്തിൽ തൊട്ടുകൊണ്ട് ക്രിയകൾ ചെയ്യാനും കർമ്മങ്ങൾ ചെയ്യാനുമുള്ള അവകാശമുള്ളൂ. ഭട്ടാരി എന്ന് പറയുന്നവർ ഇവരെ സഹായിക്കുന്ന ആൾക്കാരാണ്. കർണാടകയിലെ ശൃംഗേരി എന്ന് പറയുന്ന ഗ്രാമത്തിൽ ശ്രീ ശങ്കരാചാര്യരുടെ ദക്ഷിണാമയ പീഠത്തിൽ പഠിച്ചവരെയാണ് ഇതിനായിട്ട് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ നിന്നാൽ ക്ഷേത്രത്തിൻ്റെ നല്ലൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. 2015 ഏപ്രിലിലെ ഭൂമികുലുക്കത്തിൽ ഈ ക്ഷേത്രത്തിന് സാരമായ കേടുപാടുണ്ടായി. മൊത്തം 240 ഹെക്ടറാണ് ഈ ക്ഷേത്ര കോംപ്ലക്സ് എന്ന് പറയുന്നത്. അതിൽ ആ കാണുന്ന 2 നിലകളോട് കൂടിയ പഗോഡയാണ് അതിൻ്റെ മെയിൻ കോംപ്ലക്സ് എന്ന് പറയുന്നത്. അത് ചെമ്പിൽ സ്വർണം പൊതിഞ്ഞ രീതിയിലാണ്. അതുപോലെ തന്നെ അഹിന്ദുക്കൾക്ക് ആ ക്ഷേത്ര കോംപ്ലക്സിൻ്റെ ഉള്ളിലേക്ക് മാത്രം പ്രവേശനമില്ല. മഹാശിവരാത്രി അതുപോലെ തേജ് എന്ന് പറയുന്ന 2 പ്രത്യേക ഉത്സവങ്ങൾ നടക്കുമ്പോൾ മാത്രമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. നേപ്പാളി സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരുടെ ആയുസ്സിനും സന്തോഷത്തിനും വേണ്ടി വ്രതം എടുക്കുന്ന ദിവസമാണ് ഈ തേജ് എന്ന് പറയുന്നത്. ധാരാളം ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട്. കൂടുതലും ശിവക്ഷേത്രങ്ങളാണ്. അതിലൊന്നാണ് ഈ കാണുന്ന പഞ്ചദേവൽ കോംപ്ലക്സ്. പക്ഷേ ഇപ്പോൾ കൂടുതലും പ്രായമായവർ ചൂട് കൂടുതലാകുമ്പോൾ വിശ്രമിക്കുന്ന ഒരു സ്ഥലമാണിത്. പക്ഷെ അതിൻ്റെ കൺസ്ട്രക്ഷൻ വളരെ ഭംഗിയുള്ളതാണ്. നേരത്തെ നമ്മൾ കണ്ട ആ തീ ഇപ്പോൾ അണഞ്ഞു ഏറെക്കുറെ. പക്ഷേ ചാരങ്ങളെല്ലാം ആ പുഴയിലേക്ക് ഒഴുകുന്നത് നമുക്ക് കാണാം. ഈ ക്ഷേത്രം ശരിക്കും പറഞ്ഞാൽ വളരെ പുരാതനമായൊരു ക്ഷേത്രം എന്നാണ് പറയപ്പെടുന്നത്. ഏറെക്കുറെ BC 400കളിലുള്ളതെന്നാണ് വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരുന്ന ഭക്തരിൽ കുറേ ആൾക്കാർ ഭക്തരും പക്ഷേ കുറേ ആൾക്കാർ മരിച്ചവരുടെ ബന്ധുക്കളുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സങ്കടത്തോട് പോകുന്ന കുറേ ആൾക്കാരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. കൂടുതലും മരിച്ച ആൾക്കാരുടെ ഉറ്റവർ, സുഹൃത്തുക്കൾ എല്ലാം നമുക്കിവിടെ കാണാം. ഇപ്പോൾ ഈ കാണുന്ന പിക്ചറിൽ ഒരു അമ്മയെ അവർ താങ്ങിക്കൊണ്ട് പോകുന്നത് കാണാം. ദയിപ്പിച്ച ആരെങ്കിലും ഒരാളുടെ ഭാര്യയോ അമ്മയോ ആയിരിക്കും അത്. അതുപോലെ തന്നെ ആംബുലൻസുകളും കുറേ കാണാം. ഈ മരിച്ചവരുടെ ശരീരം കൊണ്ടുവരുന്ന ആംബുലൻസാണ് കൂടുതലും അത്. ഇനി നമ്മൾ പോകുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ മെയിൻ കവാടത്തിലേക്കാണ്. അവിടെ എഴുതിയിട്ടുണ്ട് ശ്രീ പശുപതിനാഥ്. അവിടെ ഒരു നന്ദിയുടെ ഒരു കാളയുടെ രൂപം കാണാം. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. പക്ഷേ ക്യാമറ അലൗഡ് അല്ലാത്തത് കൊണ്ട് അകത്ത് കയറാൻ സാധിക്കത്തില്ല. ഇതോടുകൂടി കാഠ്മണ്ഡുവിലെ കാഴ്ചകൾ അവസാനിക്കുകയാണ്. നാളെ ഉച്ചയ്ക്ക് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ്. അപ്പോൾ നാളെ കാണാം. നേപ്പാളിലെ ലാസ്റ്റ് ദിവസമാണിന്ന്. രാവിലെ തന്നെ ഷോപ്പിങ്ങിനായിട്ട് തമിഴിലേക്ക് വന്നു. സാധാരണ രാജ്യത്ത് പോയാൽ എന്തെങ്കിലും ഒരു സോനിയർ വാങ്ങിക്കാറുണ്ട്. ഇവിടെ നിന്ന് ഏതായാലും വാങ്ങിയത് ഈ കാണുന്ന സിംഗിങ് ബോളാണ്. ബാർഗെയിൻ ചെയ്താൽ നമുക്കൊരു 70% വില കുറച്ച് ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. ഇവിടെ നിന്ന് ഇറങ്ങി തമിഴ് സ്ട്രീറ്റിൽ കൂടി ഞങ്ങൾ കുറച്ച് നേരം നടന്നു. അതിനുശേഷം 5 ദിവസം നേപ്പാളിൽ അതിസുന്ദരമായ കുറേ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച് സൂരജ് ഞങ്ങളെ എയർപോർട്ടിൽ യാത്രയാക്കി പോയി. അതിനുശേഷം ഞങ്ങൾ നേരെ എക്സിക്യൂട്ടീവ് ലോഞ്ചിൽ കയറി കുറച്ച് നേരം വിശ്രമിച്ചു. പിന്നീട് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈമായപ്പോൾ അതിലേക്ക് കയറുകയാണ് ചെയ്തത്. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ യാത്രയിൽ എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു സംഭവമാണ്.
ഇത് നടന്ന കാര്യമാണ്. 1999 ഡിസംബർ 24 നേപ്പാളിൽ നിന്ന് പുറപ്പെട്ട ഇന്ത്യൻ എയർലൈൻസിൻ്റെ IC814 എന്ന് പറഞ്ഞ ഫ്ലൈറ്റ് ഡൽഹിയിലേക്ക് പോരുകയും അതിനിടയ്ക്ക് അതിൽ ഹൈജാക്ക് ചെയ്യുകയും അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാറിലേക്ക് അത് കൊണ്ടുപോവുകയും ചെയ്തു. ഒരുപക്ഷെ നമ്മൾ പലർക്കും ഇതിനെപ്പറ്റി അറിയാവുന്നതായിരിക്കും. ഏതായാലും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ആ സംഭവം ഒന്ന് വിവരിക്കുകയാണ്. കാരണം ഞങ്ങൾ യാത്ര ചെയ്യുന്നതും അന്നത്തെ ഇന്ത്യൻ എയർലൈൻസ് പിന്നീട് മാറിയ എയർ ഇന്ത്യയുടെ ഒരു ഫ്ലൈറ്റിലാണ്. അതുകൊണ്ടാണ് കുറച്ച് വേദനാജനകമെന്ന് ഞാൻ പറഞ്ഞത്. ഹരിയാന സംസ്ഥാനത്തുള്ള സോനിപാത്ത് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിലെ ഗോഹാന എന്ന് പറയുന്ന ഒരു മുനിസിപ്പാലിറ്റി, അതൊരു ചെറിയൊരു ഗ്രാമമാണ്. അവിടെ ഒരു റചന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു അവരുടേത്. 2 മൂത്ത സഹോദരന്മാരുള്ളത് കൊണ്ട് വീട്ടിൽ വളരെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞിരുന്നൊരു കുട്ടിയായിരുന്നു. അത്യാവശ്യം വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നു. 1999 ഡിസംബർ 13 റചന റിപ്പൺ കട്ടിയാൽ എന്ന് പറയുന്നൊരു വ്യക്തിയുമായിട്ട് വിവാഹം കഴിഞ്ഞു. കുടുംബക്കാർ ആലോചിച്ചുറപ്പിച്ചൊരു വിവാഹമായിരുന്നു. അതിനുശേഷം അവർ ഹണിമൂണിനായിട്ട് സെലക്ട് ചെയ്തത് നേപ്പാളാണ്. അവരങ്ങനെ നേപ്പാളിലേക്ക് ഹണിമൂണിന് പോയി. ഡിസംബർ 24, 1999 IC814 എന്ന് പറഞ്ഞ ഫ്ലൈറ്റിലാണ് അവർ തിരിച്ച് ഡൽഹിയിലേക്ക് പോകുന്നത്. IC814 നിയന്ത്രിച്ചിരുന്നത് ക്യാപ്റ്റൻ D ശരൺ ആയിരുന്നു. അന്നത്തെ ചീഫ് ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് അനിൽ ശർമ്മയായിരുന്നു. 176 പാസഞ്ചേഴ്സുമായിട്ട് വൈകുന്നേരം 4 മണിക്ക് ശേഷമാണ് കാഠ്മണ്ഡു എയർപോർട്ടിൽ നിന്ന് ഈ ഫ്ലൈറ്റ് പൊങ്ങിയത്. ആകെ 1.5 മണിക്കൂർ ഫ്ലൈറ്റ് ഡൽഹിയിലേക്കുള്ളൂ. ആയതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് അറ്റൻഡൻറ്റ് നമ്മളുടെ കോക്പിറ്റിലെത്തി അവർക്ക് ചായയും കാര്യങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം തിരിച്ച് ക്യാബിനിലേക്ക് വരുമ്പോഴാണ് കാണുന്ന കാഴ്ച, ഒരു ഷോള് ധരിച്ച് ഒരു ആയുധധാരി അദ്ദേഹത്തിന് നേരെ തോക്ക് പിടിച്ച് നിൽക്കുന്നു. കയ്യിലൊരു ഗ്രനേഡും ഉണ്ട്. ഒരു നിമിഷത്തേക്ക് അനിൽ ശർമ്മ പകച്ചുപോയി. കാരണം അദ്ദേഹം ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല. ആ ഹൈജാക്കർ നേരെ കോക്പിറ്റിൽ കയറുകയും ക്യാപ്റ്റൻ്റെ തലയിൽ തോക്ക് ചൂണ്ടി ഫ്ലൈറ്റ് ലാഹോറിലേക്ക് പോകാൻ പറഞ്ഞു. പാകിസ്ഥാനിലാണല്ലോ ലാഹോർ. പക്ഷേ ക്യാപ്റ്റൻ അത് നിരസിച്ചു. പക്ഷേ ഭീഷണി കൂടിക്കൊണ്ടേയിരുന്നു. ആ സമയം ക്യാബിനിൽ നിന്നും വേറെയും 4 ആയുധധാരികൾ വരികയും കൂട്ടത്തിലിരുന്ന പാസഞ്ചേഴ്സെല്ലാം കൂടുതൽ ഭയാനകമാവുകയും ചെയ്തു. ഇതെല്ലാം സംഭവിക്കുന്നത് വിമാനം ഇന്ത്യയുടെ അതിർത്തി, അതായത് ലക്നൗവിനോട് അടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഇതെല്ലാം നടക്കുന്നത്. അപ്പോൾ ആയുധധാരി ക്യാപ്റ്റനോട് ചോദിച്ചു, എവിടെ വരെയും പോകാനുള്ള ഫ്യൂലുണ്ട്? അദ്ദേഹം പറഞ്ഞു, അഹമ്മദാബാദ് അല്ലെങ്കിൽ മുംബൈ. ലാഹോറിലേക്ക് പോകാനുള്ള ഫ്യൂലില്ല. പക്ഷേ ആ ഒരു കള്ളത്തരം പുള്ളിക്കാരന് മനസ്സിലായി. ലാഹോർ എന്ന് പറയുന്നത് ഡൽഹിയിൽ നിന്നും ഇത്രയും ദൂരം ഇല്ലല്ലോ, അതുകൊണ്ട് ലാഹോറിലേറ്റ് പോകണം എന്ന് പറഞ്ഞു. പക്ഷേ ഒരിക്കലും ക്യാപ്റ്റന് പാകിസ്ഥാനിലേക്ക് പോകാൻ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. കാരണം ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു എയർപോർട്ടിൽ ഇറങ്ങിയാൽ ഇന്ത്യൻ മിലിറ്ററി വന്ന് ഇവരെ രക്ഷിക്കുമെന്നുള്ളൊരു വിശ്വാസം ക്യാപ്റ്റൻ ഉണ്ടായിരുന്നതന്നെ കാരണം. ഇതിനിടയിൽ ക്യാപ്റ്റൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു, നമ്മുടെ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണെന്നും ഹൈജാക്കേഴ്സ് പറയുന്നത് അനുസരിക്കണമെന്നും പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം എയർ ട്രാഫിക് കൺട്രോളിന് എമർജൻസി സിഗ്നൽ അയച്ചിട്ടുണ്ടായിരുന്നു, ഈ ഫ്ലൈറ്റ് ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരം. അതുകൊണ്ട് അമൃത്സർ എയർപോർട്ടിലാണ് അദ്ദേഹം ഫ്ലൈറ്റ് ഇറക്കിയത്. ഫ്യൂവൽ നിറയ്ക്കാനുള്ള റിക്വസ്റ്റ് കൊടുത്തുവെങ്കിലും ATC അത് നിരസിച്ചു. പക്ഷേ അതിനുള്ളിൽ പല സംഭവങ്ങളും ക്യാബിൻ്റെ ഉള്ളിൽ നടന്നു. അതിൽ കുറച്ച് ആൾക്കാർ എക്കണോമിക് ക്ലാസ്സിലിരുന്ന ആണുങ്ങളെ അവർ സെലക്ട് ചെയ്തു. എന്നിട്ട് ബിസിനസ് ക്ലാസ്സിൽ കൊണ്ടിരുത്തി. അവിടെ ഇരിക്കുന്ന കുറച്ച് പേരെ പുറകോട്ടും ഇരുത്തി. അതിലൊരാൾ റിപ്പൺ കട്ടിയാലായിരുന്നു. അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഫ്യൂവല് 2.5 മണിക്കൂർ കൊണ്ടും ഫ്യൂവല് വരാതിരുന്നത് കൊണ്ട് അതിൽ ഒരാളുടെ നെഞ്ചത്തും വയറ്റത്തും അവർ കത്തി വെച്ച് കുത്തി. അത് റിപ്പൺ കട്ടിയാലിൻ്റെ ആയിരുന്നു. ഇത് കണ്ട ക്യാപ്റ്റൻ അദ്ദേഹത്തിന് കൂടുതൽ പ്രഷറാകുകയും പിന്നീട് ATCയുടെ പെർമിഷൻ ഇല്ലാണ്ട് അമൃത്സർ എയർപോർട്ടിൽ നിന്നും ഫ്ലൈറ്റ് പൊങ്ങുകയും ചെയ്തു. പിന്നീട് ഫ്ലൈറ്റ് നേരെ പോയത് ലാഹോർ ലക്ഷ്യമാക്കിയാണ്. ലാഹോറിൽ ഇറങ്ങാനുള്ള പെർമിഷൻ ATCയോട് ആവശ്യപ്പെട്ടു. പക്ഷേ ATC അത് നിരസിച്ചു. കാരണം പാകിസ്ഥാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല ഇന്ത്യൻ ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്യാൻ. ലാൻഡിംഗ് പെർമിഷൻ ചോദിച്ചപ്പോൾ ലാഹോർ എയർപോർട്ടിൻ്റെ റൺവേ ലൈറ്റുകളെല്ലാം അവർ ക്ലോസ് ചെയ്തു. പക്ഷേ അപ്പോഴത്തേക്കും ഫ്ലൈറ്റിൻ്റെ ഒരു എൻജിൻ ഇന്ധനമില്ലാതെ നിന്നിരുന്നു. ക്യാപ്റ്റന് വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അദ്ദേഹം ലാൻഡിങ്ങിന് തന്നെ ശ്രമിച്ചു. ഫ്ലൈറ്റ് അടുത്ത് വരുന്നത് കണ്ട് ലാഹോർ എയർപോർട്ടിലെ ആൾക്കാർക്കും
മനസ്സിലായി ഇത് ക്രാഷ് ലാൻഡ് ആവും, ഏതെങ്കിലും ജനവാസ കേന്ദ്രത്തിൽ ഇടിച്ചാൽ അതിലും വലിയ അപകടമായിരിക്കുമെന്ന് കരുതി അവർ റൺവേയിൽ ലൈറ്റ്സുകൾ ഓൺ ചെയ്തു. പക്ഷേ അപ്പോഴേക്കും ഫ്ലൈറ്റ് വളരെ താഴെ വന്നിരുന്നു. ക്യാപ്റ്റൻ അപ്പോഴാണ് മനസ്സിലാക്കിയത് പുള്ളി ലാൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഏതൊരു റോഡിലായിരുന്നു. അപ്പോൾ തന്നെ അത് ഗതി മാറ്റി റൺവേയിൽ ഇറക്കി. റൺവേയിൽ ഇറക്കിയപ്പോഴേക്കും അവിടെ നിന്നും ഫ്യൂവലിനുള്ള യാതൊരു ചാൻസും അവർ തന്നില്ല. ഭീകരവാദികൾ വീണ്ടും അകത്ത് കത്തികളും തോക്കുകളും കാണിച്ച് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം വീണ്ടും റിക്വസ്റ്റ് ചെയ്തു ഇന്ധനം നിറയ്ക്കണമെന്ന്. അങ്ങനെ ഫ്ലൈറ്റിന് ഇന്ധനം നിറച്ചു കൊടുത്തു. പക്ഷേ അതിൽ പ്രായമായ സ്ത്രീകളെയും കുട്ടികളെയും ഇറക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അവരവിടെ ഇറങ്ങാനുള്ള പെർമിഷൻ കൊടുത്തില്ല. കുറച്ച് സമയത്തിന് ശേഷം ഫ്ലൈറ്റ് വീണ്ടും അവർ ഉയർത്തി. ഉദ്ദേശിച്ച സ്ഥലം കാണ്ഡഹാറിലെ എയർപോർട്ടാണ്. അതിപ്പോഴത്തെ അഫ്ഗാനിസ്ഥാൻ താലിബാനിൽ വരുന്നതാണ്. പക്ഷേ രാത്രികാലങ്ങളിൽ അവിടെ ഇറങ്ങാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് ഫ്ലൈറ്റ് നേരെ പോയത് UAE ദുബായിലെ ഒരു എയർപോർട്ടിലേക്കാണ്. അപ്പോഴേക്കും ഡൽഹിയിൽ നിന്ന് പല മെസ്സേജുകളും UAE ഗവൺമെൻറ്റിന് പോയി. പക്ഷേ അവർ അവിടെ നിന്നുള്ള ഒരു കമാൻഡോ ഓപ്പറേഷൻസിന് അവർ അനുമതി കൊടുത്തില്ല. പക്ഷേ ദുബായിൽ ഇറങ്ങുമ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ കുത്തേറ്റിരുന്ന റുബൻ കട്ടിയാൽ അപ്പോഴത്തേക്കും മരണപ്പെട്ടിരുന്നു. ദുബായ് എയർപോർട്ടിലെ 26 പേരെ അവർ പുറത്തിറക്കി. അതിൽ കുട്ടികളും പ്രായമായ സ്ത്രീകളും ഈ റുബൻ കട്ടിയാലിൻ്റെ ബോഡിയും ഉണ്ടായിരുന്നു. റുബൻ കട്ടിയാൽ ഇരുന്നത് വൈഫിനോട് ചേർന്നായിരുന്നില്ല. കാരണം ഇടയ്ക്ക് വെച്ച് ഞാൻ പറഞ്ഞല്ലോ അവരെ ബിസിനസ് ക്ലാസ്സിൽ കൊണ്ടുപോയി ഇരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം സംഭവിക്കുന്നത് എക്കണോമിക് ക്ലാസ്സിലിരുന്ന ഭാര്യ അറിഞ്ഞിരുന്നില്ല. ഡിസംബർ 24, 1999 ക്രിസ്മസ് തലേന്നായിരുന്നു ഇതെല്ലാം സംഭവിക്കുന്നത്. ക്രിസ്മസ് ആഘോഷിക്കാൻ നാട്ടിലേക്ക് പോകുന്ന ഇന്ത്യക്കാരും ബിസിനസ്സുകാരായിട്ടുള്ള ആൾക്കാർ 8ഓളം കപ്പിൾസും ഉണ്ടായിരുന്നു. ഇതിൽ പല ഫോറിനേഴ്സും ഇതിൽ യാത്ര ചെയ്തിരുന്നു. നമ്മുടെ കൊച്ചിയിൽ നിന്നുള്ള ഒരാളും ഇതിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ വരെയും ദുബായ് എയർപോർട്ടിൽ തങ്ങിയ IC-814 നേരെ പോയത് അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാർ എയർപോർട്ടിലേക്കാണ്. പക്ഷേ യാത്രക്കാരിൽ ആർക്കും തന്നെ അറിയത്തില്ലായിരുന്നു ഇത് പോകുന്നത് എങ്ങോട്ടാണെന്ന്. അതിനുള്ളിൽ 5 ഭീകരവാദികളും നിരന്തരം ഇവരെ ഭീഷണിപ്പെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാണ്ഡഹാർ എയർപോർട്ടിൽ ഇറങ്ങിയതിന് ശേഷമാണ് ഇവർ ഇന്ത്യ ഗവൺമെൻറ്റുമായി നെഗോസിയേഷൻ ചെയ്യുന്നത്. അവരുടെ ആവശ്യം നമ്മളുടെ ജയിലുകളിലുള്ള 3 ഭീകരവാദികളെ വിട്ടുകൊടുക്കണം എന്നുള്ളതായിരുന്നു. ഇന്ത്യ ഗവൺമെൻറ് ആദ്യം അതിന് തയ്യാറായില്ല. പക്ഷേ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അവസാനം ഡിസംബർ 31, 1999 ഇന്ത്യ ഗവൺമെൻറ് ഈ 3 ഭീകരരെയും വിട്ടുകൊടുക്കുകയും അവരുമായി കാണ്ഡഹാർ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങി അതിന് ശേഷമാണ് നമ്മളുടെ ഈ ഇന്ത്യൻ എയർലൈൻസിലുണ്ടായിരുന്ന യാത്രക്കാരെ അവർ മോചിപ്പിച്ചത്. ഭീകരവാദികൾ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ രചന കട്ടിയാലിനോട് അതിലൊരാൾ പറഞ്ഞത് ദുബായിൽ മറ്റു സ്ത്രീകളെ ഇറക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ ഭർത്താവിനെയും അവിടെ ഇറക്കിയിട്ടുണ്ട്, അദ്ദേഹം സേഫാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഭാര്യ അതെല്ലാം വിശ്വസിച്ചു. ഡൽഹിയിൽ മറ്റൊരു ഫ്ലൈറ്റിലാണ് ഡൽഹിയിലേക്ക് ഇവരെ കൊണ്ടുവന്നത്. അവിടെ ഇറങ്ങുമ്പോൾ റുബൻ കട്ടിയാലിൻ്റെ ഫാദർ അവിടെ ഇവരെ സ്വീകരിക്കാനുണ്ടായിരുന്നു. വേഗം മാധ്യമപ്രവർത്തകരുടെ നിന്ന് മാറ്റി വീട്ടിലേക്ക് കൊണ്ടുപോയി. 3-4 ദിവസത്തിന് ശേഷമാണ് ഭർത്താവ് മരിച്ച വിവരം അവരെ അറിയിക്കുന്നത്. അപ്പോഴേക്കും ആളുടെ ശവസംസ്കാരങ്ങളെല്ലാം കഴിഞ്ഞിരുന്നു. റുബൻ്റെ ഫാദർ ചന്ദ്രമോഹൻ കട്ടിയാൽ എയർ ഇന്ത്യ ആയി സംസാരിക്കുകയും ഈ രചന കട്ടിയാൾക്ക് അവിടെ ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. 24 ദിവസം മാത്രമായിരുന്നു രചന കട്ടിയാലിൻ്റെ ദാമ്പത്യം. അവരുടെ അമ്മായച്ചനും അമ്മായിയമ്മയും ആ കുട്ടിയെ ഏറ്റെടുക്കുകയും കുട്ടിയെ ഉന്നത വിദ്യാഭ്യാസങ്ങൾ നൽകുകയും പിന്നീട് മറ്റൊരു വിവാഹം കഴിപ്പിച്ച് അവരുടെ വീട്ടിൽ തന്നെ ഇപ്പോഴും അവരെ താമസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു സംഭവത്തിന് ശേഷം കാഠ്മണ്ഡുവിൽ നിന്ന് പുറപ്പെടുന്ന എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിനെല്ലാം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ചെക്കിങ്ങുകളെല്ലാം ഉണ്ടാകാറുണ്ട്. സാധാരണ ഒരു എയർപോർട്ടിലും കാണാത്തതാണ്. ക്യാബിൻ ബാഗേജ് ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ചെക്ക് ചെയ്യുന്നതാണിത്. അങ്ങനെ നേപ്പാളിലെ 5 ദിവസത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നല്ല കുറേ ഓർമ്മകളാണ് നേപ്പാൾ നമുക്ക് തന്നത്. നിങ്ങളും ഈ വീഡിയോ എല്ലാം എൻജോയ് ചെയ്തു എന്നാണ് ഞാൻ ധരിക്കുന്നത്. ഏതായാലും ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് വരാം. അത് മിക്കവാറും ഒരു ആഡംബര കപ്പൽ യാത്രയുടെ ആയിരിക്കും. സിംഗപ്പൂരിൽ നിന്ന് പുറപ്പെട്ട് മലേഷ്യ വഴി തിരിച്ച് സിംഗപ്പൂരെത്തുന്ന ഒരു ആഡംബര കപ്പൽ. റോയൽ കരീബിയൻ്റെ ക്വാണ്ടം ഓഫ് ദ സീസ് എന്ന് പറയുന്ന ഒരു ഷിപ്പാണത്. അപ്പോൾ നമുക്ക് സിംഗപ്പൂർ ക്രൂയിസിൽ കാണാം.